ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് കപ്പ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചട്ടിയിലേക്ക് ഇട്ട ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നീട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേകാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റേ ചീനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് വെളുത്തുള്ളിയും ജീരകം, പിന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പം കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നീട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മുളക് പൊടിയാണ്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അല്പം പെരുംജീരകം ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ മീൻ വെന്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഏകദേശം വറ്റി വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. മുള്ള് മാറ്റി വെച്ചതാണ്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കണം അധികം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ച ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് വേവിച്ച് വെച്ച ചീനി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.